ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു J3 വേൾഡ്സ്. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ബൈബിൾ വായനയാണ്. ബൈബിൾ വായന ഞാൻ നിങ്ങൾക്കായി സമർപ്പിച്ചിരുന്നുവല്ലോ. അപ്പോൾ കൂട്ടുകാരെ, ഇനി എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് ബൈബിൾ വായന ഇടണമെന്നാണ് എൻ്റെ ആഗ്രഹം. എന്നെക്കൊണ്ട് പറ്റാവുന്ന എല്ലാ ദിവസവും ഞാൻ ബൈബിൾ വായന ഇടുന്നതാണ്. അപ്പോൾ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ദൈവം തരുന്ന ബൈബിൾ വചനം എന്താണെന്ന് നമുക്ക് പതുക്കെ തുറന്നു നോക്കാം. എൻ്റെ കൂട്ടുകാർക്കായി നല്ലൊരു വചനം തന്നെ തരണമേ എന്ന്. ഓക്കെ കൂട്ടുകാരെ, ഇന്ന് കിട്ടിയിരിക്കുന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അധ്യായം 18 വാക്യങ്ങൾ 25 മുതൽ 27 വരെയുള്ള തിരുവചനങ്ങളാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒന്നും കൂടെ പറയാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 18 വാക്യങ്ങൾ 25 മുതൽ 27 വരെയുള്ള തിരുവചനങ്ങൾ. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ നമുക്ക് ബൈബിൾ വായനയിലേക്ക് കടക്കാം. പത്രോസ് വീണ്ടും തള്ളിപ്പറയുന്നു. ശിമോൻ പത്രോസ് തീ കാഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ അവർ അവനോട് ചോദിച്ചു, നീയും അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനല്ലേ? അല്ല എന്ന് അവൻ തള്ളിപ്പറഞ്ഞു. പ്രധാന പുരോഹിതൻ്റെ ഭൃത്യരിലൊരുവനും പത്രോസ് ചെവി ഛേദിച്ചവൻ്റെ ചാർച്ചക്കാരനുമായ ഒരുവൻ അവനോട് ചോദിച്ചു, ഞാൻ നിന്നെ അവനോട് കൂടി തോട്ടത്തിൽ കണ്ടതല്ലേ? പത്രോസ് വീണ്ടും തള്ളിപ്പറഞ്ഞു. ഉടനെ കോഴി കൂവി. അപ്പോൾ കൂട്ടുകാരെ, ഇതാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്ന വചനം. ഇതിൽ എന്നെക്കൊണ്ട് പറ്റാവുന്ന പോലെ ഞാൻ നിങ്ങൾക്ക് വ്യാഖ്യാനിച്ച് തരുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് വായിച്ചു കേട്ടത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അധ്യായം 18 വാക്യങ്ങൾ 25 മുതൽ 27 വരെയുള്ള തിരുവചനങ്ങളാണ്. കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ ഇന്ന് വായിച്ചു കേട്ടതിൻ്റെ തലക്കെട്ട് എന്താണ്? നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ. പത്രോസ് വീണ്ടും തള്ളിപ്പറഞ്ഞു. ഞാൻ ഇതിൽ നമ്മൾ ഫസ്റ്റ് തന്നെ കാണുന്നത് അതിൻ്റെ ഹെഡിങ് ആണ്, പത്രോസ് വീണ്ടും തള്ളിപ്പറയുന്നു. അപ്പോൾ പത്രോസ് ഇതിന് മുന്നേ ഒരിക്കലെങ്കിലും തള്ളിപ്പറഞ്ഞു കാണില്ലേ? അതുകൊണ്ടായിരിക്കില്ലേ യോഹന്നാൻ ഇങ്ങനെ എഴുതി കാണാം, പത്രോസ് വീണ്ടും തള്ളിപ്പറയുന്നു എന്ന്. കൂട്ടുകാരെ, നമ്മൾ ഒരിക്കലും പത്രോസിനെ പോലെ ആകാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുവിൻ. നമ്മൾ ദൈവത്തിൽ ഉറച്ചു വിശ്വസിക്കുക. പത്രോസ് ദൈവത്തെ തള്ളിപ്പറയാനിരിക്കുമ്പോഴും ദൈവം അവിടെ ചാട്ടി അടിയേറ്റ് ഇങ്ങനെ വേദനിച്ച് നിൽക്കുകയാണ് കൂട്ടുകാരെ. ആ സമയത്ത് പത്രോസ് ഇങ്ങനെ ദൈവത്തെ തള്ളിപ്പറയുന്നതെന്ന് അറിഞ്ഞാൽ ചിലപ്പോൾ ദൈവത്തിന് ആ ഒരു സ്ഥലത്തേക്ക് ചെന്ന് പത്രോസിനോട് പറയാമായിരുന്നു, നീ എൻ്റെ ശിഷ്യനാണ്, നീയും കൂടി ഈ വേദന അനുഭവിക്കേണ്ടതാണ് എന്ന് പറയുമായിരുന്നു. നമ്മളായിരുന്നെങ്കിൽ ഇത് ഉറപ്പായിട്ടും ചെയ്യുമായിരുന്നു. പക്ഷേ മനുഷ്യപുത്രൻ അങ്ങനെ ചെയ്തില്ല. കാരണം ഈ പത്രോസ് ചെയ്ത പാപങ്ങളല്ലാതെ നമ്മൾ ചെയ്ത പാപങ്ങൾക്കും കൂടി ഏറ്റുപറഞ്ഞ് ദൈവം കുരിശിൽ മരിച്ചു. കൂട്ടുകാരെ, നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക. ചിലപ്പോഴൊക്കെ നാം ദൈവത്തെ തള്ളിപ്പറഞ്ഞെന്ന് വരാം. കൂട്ടുകാരെ, നമ്മൾ ഒരിക്കലും അങ്ങനെ ആകരുത്. നമ്മൾ എന്നും ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുക എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് വേണം കൂട്ടുകാരെ. എല്ലാവർക്കും ഇന്നൊരു നല്ല ദിവസം ഞാൻ ആശംസിക്കുന്നു. നിങ്ങൾ ഒരിക്കലും ഒരു പത്രോസിനെയോ പോലെ ആകരുത് കൂട്ടുകാരെ. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ നല്ല മക്കളാണ്. നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ദൈവം നമുക്ക് ഓരോ ന്യായവിധികൾ നൽകുന്നു. നമ്മൾ കഴിഞ്ഞ ഇതിൽ ചെന്നപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്? എന്താണ് നമുക്ക് കിട്ടിയത്? നമുക്കൊന്ന് നോക്കാവേ. ദൈവത്തിൻ്റെ മുൻപാകെയും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാനിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ മുൻപാകെയും. അപ്പോൾ കൂട്ടുകാരെ, ദൈവത്തിൻ്റെ മുൻപാകെ, ആരുടെ മുൻപാകെയാണ്? ദൈവത്തിൻ്റെ മുൻപാകെ ജീവിക്കുന്നവരെയും മനുഷ്യരെയും വിധിക്കാനിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ മുൻപാകെ. ഈ യേശു ക്രിസ്തു ആണ് കൂട്ടുകാരെ കുറച്ചു മുന്നേ ഈ നമ്മളെ പത്രോസ് തള്ളിപ്പറഞ്ഞത്. ഈ യേശു ക്രിസ്തുവിനെ നമ്മൾ എന്തോരം വേദനിപ്പിച്ചിട്ടുണ്ട്. കുരിശിൽ തറച്ച് കൊല്ലുക വരെ ചെയ്തിട്ടുണ്ട്. ദൈവത്തിന് പറയാമായിരുന്നു, എൻ്റെ കൂടെ 12 ശിഷ്യന്മാരുണ്ട്, അതിനെക്കാട്ടി കൂടുതൽ പേരുണ്ട്, അതുകൊണ്ട് അവരെയും കൂടെ നിങ്ങൾ പിടിച്ചോളുക. അവരുടെ ഒളിത്താവളം എനിക്കറിയാം. കാരണം ദൈവത്തിനല്ലേ കൂട്ടുകാരെ എല്ലാം അറിയാവുന്നത്. പിന്നെ ദൈവം എന്തിനാണ് അങ്ങനെ ചെയ്തത്?
ദൈവത്തിന് എല്ലാം അറിയാമായിരുന്നല്ലോ. അതുകൊണ്ട് ദൈവത്തിന് അവരുടെ പേരും പറഞ്ഞു കൊടുത്തൂടെ? കൂട്ടുകാരെ, നമ്മൾ ദൈവത്തിൻ്റെ സൈഡിൽ നോക്കുമ്പോൾ ദൈവം അവരെ ഒരിക്കലും തള്ളിപ്പറയുകയല്ല കൂട്ടുകാരെ ചെയ്തിരുന്നത്. ദൈവന്മാരെ ചേർത്ത് നിർത്തുമായിരുന്നു ഓരോ നിമിഷവും. ഈ പാട്ടിലൂടെ നിങ്ങൾ കേട്ടിട്ടില്ലേ? മുൾമുടി അണിഞ്ഞു കൊണ്ടീശോ എൻ്റെ മുഖത്തൊരു മുത്തം നൽകി, മുള്ളുകളിൻ മുഖത്തെങ്ങും വിങ്ങുന്ന നൊമ്പരമേകി, സ്നേഹത്തോടേകിയ മുത്തം വേദനയായി മാറിയപ്പോൾ ആ വേദനയ്ക്കൊരു പേരു നൽകി ഞാൻ. അതിൻ പേരല്ലോ സഹനം, അതിൻ പേരല്ലോ സഹനം. കൂട്ടുകാരെ, ദൈവം നമുക്ക് വേണ്ടി സഹിച്ചു. അപ്പോൾ ദൈവത്തിന് വേണ്ടി സഹിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ദൈവത്തെ ഒരു തവണ പോലും തള്ളിപ്പറയാതെ ഇരിക്കാൻ ആർക്കും സാധിക്കത്തില്ല. ദൈവത്തെ ഒന്ന് ചേർത്ത് പിടിക്കുകയെങ്കിലും നിങ്ങൾ ചെയ്യുക. കൂട്ടുകാരെ, നമുക്കെല്ലാവർക്കും ഒരുമിച്ചൊരു കൂട്ടായ്മയാകാം. ദൈവത്തിന് ശക്തി പകരാം. ദൈവത്തിനെ നമ്മൾ ഓരോ നിമിഷവും വേദനിപ്പിക്കുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് ദൈവത്തെ നല്ല ചെയ്ത് സംപ്രീതനാക്കാം. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.